ഒന്നാമത്തേൽ എന്താ ബ്രാക്കറ്റ് ഉണ്ട് ഒഴിവാക്കുക. പ്ലസ് ആയതുകൊണ്ട് ബ്രാക്കറ്റ് ഒഴിവാക്കിയാലും പ്രശ്നമൊന്നുമില്ല. ബ്രാക്കറ്റ് ഒഴിവാക്കി. ഇനി -13 അപ്പുറത്ത് കൊണ്ടുപോയി വെക്കാം. ഇവിടെ എക്സ് ഉണ്ട്. -30 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? +30 ആവും. x കൂട്ടി എത്രയാ? 2x. അപ്പൊ ഇത് നമ്മൾ കൂട്ടി എത്രയാ? 70. അപ്പൊ x ആണെങ്കിൽ ഈ 70 താഴോട്ട് 2 എഴുതാം. 70ന്റെ പകുതി എത്രയാ? 35. സിമ്പിൾ ആണ്. ഇനി അടുത്ത് നോക്കിയേ, ഇതില് 3 അങ്ങോട്ട് കൊണ്ടുപോവാം, അല്ലെങ്കിൽ -y ഇപ്പുറത്ത് കൊണ്ടുവരാം. അപ്പൊ y + 3, ആ -y ഇങ്ങോട്ട് വരുമ്പോ +y ആവും. അവിടെ 12 മാത്രം ഉണ്ടാവും. ഈ +3 അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പൊ ഇവിടെ y-യും +y മാത്രം ഇവിടെ ഉണ്ടാവും. ഈ +3 അങ്ങോട്ട് പോകുമ്പോ -3 ആവും. അപ്പൊ y-യും y-യും കൂട്ടിയ 2y. 2y 9 ആണെങ്കിൽ, അല്ലെ? 2y 9 ആണെങ്കിൽ y എന്ന് പറയുമ്പോ 9ന്റെ പകുതി 9/2 എത്രയാ? 4.5 അല്ലേ? 9ന്റെ പകുതി 4.5, 4.5, 4.5. അടുത്ത് നോക്കിയാൽ ഇതിൽ ഇതുപോലെ ബ്രാക്കറ്റ് ഒഴിവാക്കിയാൽ മതി. അപ്പൊ 100 ഉണ്ട്, -x ഉണ്ട്, 5x ഉണ്ട്, 300 ഉണ്ട്. നമുക്കൊരു കാര്യം, ഈ 100 അങ്ങോട്ട് കൊണ്ടുപോവാം. 100 അങ്ങോട്ട് പോയാൽ ഇവിടെ ബാക്കിയുള്ളത് -x-ഉം 5x-ഉം ആണ്. അവിടെ 300-ഉം ഈ 100 ആണ് പോകുമ്പോൾ -100 ആവും. -x ആണ് ഇത്, x അല്ല, -x ആണ് അല്ലേ? അപ്പൊ ഇതൊന്ന് ചുരുക്കി ഒന്ന് ഉഷാറാക്കി കഴിഞ്ഞാല് 5x-ഉം -x-ഉം ആണിത്. 5x-ഉം -x-ഉം ആണ്. അപ്പുറത്തുള്ളതോ 300-ഉം -100-ഉം ആണ്. 5x എന്നൊരു x കുറച്ച് എത്രയാ? 4x. 4x ഇത് കുറച്ച് എത്രയാ? 200 ആണ്. അപ്പൊ x കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാ? 200-ല് എത്ര 4 ഉണ്ട് നോക്കാം. 20-ൽ എത്ര 4 ഉണ്ട്? 5 എണ്ണം ഉണ്ട്. അപ്പൊ ആൻസർ 5, 0, 50 എണ്ണം ഉണ്ടാവും. ചെയ്ത് നോക്കാം. അപ്പൊ സ്വന്തമായിട്ട് ചെയ്യാം. ആൻസർ കറക്റ്റ് ആണോ ചെക്ക് ചെയ്യാം.